ഏകദേശം 3 വർഷം പ്രായമായ ഒരു പേരയുടെ പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഫ്ലവറിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ടെറസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. അപ്പോൾ ഷാഹിന ശ്രീലോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്നും വരുത്തിയ ഒരു പേരയാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് പേര ഇനത്തിൽ തന്നെ 4 ഇനം പേര ഞാൻ വരുത്തിയിരുന്നു ഓൺലൈനായിട്ട്. അപ്പം ഇത് തായ്സവൻ എന്ന് പറയുന്ന ഒരു പേര പ്ലാന്റാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് എനിക്ക് കായ്ഫലം തരുന്നത്. ആദ്യത്തെ തവണ ഒരു 10-12 പിടിച്ചു. അതിൽ ഒരു 6 പഴമായി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിടിച്ചത് ഇപ്പോൾ ഒരു 10-17 പിടിച്ചിട്ടുണ്ട്. അത് ഒരു 3-4 പൊഴിഞ്ഞു പൊട്ടിയൊക്കെ പോയി. അപ്പോൾ ബാക്കി ഇതിപ്പം കായ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം പിടിച്ച പേരയ്ക്ക എന്ന് പറയുന്നത് നല്ല ബോൾ പോലെ ഉരുണ്ടതായിരുന്നു. അതാ ഈ ഇൻസെറ്റിലെ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല ബോൾ പോലെ ഉരുണ്ടതായിരുന്നു. വലിയ പേരയ്ക്കയായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലഷിയാണ്, വൈറ്റ് കളറിലാണ്. സീഡ് വളരെ കുറവാണ്. അപ്പോൾ കണ്ടില്ലേ, അത് മുറിച്ചതിൻ്റെ ഒരു വീഡിയോ ആണത്. മുറിച്ച് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പം ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ഇപ്പോൾ 2ാമത് പിടിച്ചതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഒരു 10 ഡ്രമ്മിൽ 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, ചെറിയൊരു പേരയാണ്, എങ്കിലും നിറച്ച് അതിനെ താങ്ങാൻ വയ്യാത്ത രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് പാകമായി വരുമ്പോൾ ഇതിൻ്റെ കമ്പ് ഇങ്ങനെ താഴ്ന്ന് ചിലത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് താഴ്ന്നിങ്ങനെ വന്ന് താഴോട്ട് കിടക്കും, ഒടിഞ്ഞു കിടക്കും. അപ്പം ഞാനതിനെ പിടിച്ച് ഒന്നീ കെട്ടി വയ്ക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ടെറസിലാണ് ഇരിക്കുന്നത്. ഈ പേരയുടെ പേര് തായ്സവൻ എന്നാണ്. ഞാൻ ഓൺലൈനിൽ വരുത്തിയ പേരകളെന്ന് പറയുന്നത് ഒന്ന് ജപ്പാൻ പേര, ഒന്ന് മലേഷ്യൻ റെഡ്, ഒന്ന് വിയന്നാർ പേര, അങ്ങനെ 4 വരുത്തിയത്. ഇപ്പോൾ ഇത് ഫ്രൂട്ട്സായ വീഡിയോ ആണ്. അപ്പം ഞാനിപ്പോൾ അത് വിളവെടുക്കുകയാണ്. ഒരു 4 അതിൽ പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തതാണ്. ഒന്ന് ഡ്രമ്മിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പം ഒരെണ്ണം പറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറയില്ലേ, ബോൾ പോലിരുന്ന പേരയ്ക്ക ഇപ്പം കുറച്ച് നീണ്ടിട്ടുണ്ട്. ഇത് ഡ്രമ്മിനകത്ത് താന്ന് കിടന്നൊരു പേരയാണ്. അതാണ് ഇപ്പം ഞാൻ പറിച്ചിട്ടുള്ളത്. അതും കണ്ടില്ലേ, നല്ല നല്ല വൈറ്റ് കളർ നിറച്ച്. കുരുവൊന്നും അതിൽ സീഡൊന്നും അങ്ങനെ കാണാനില്ല. അപ്പം അതാണിത്. അപ്പം അത് എങ്ങനെയാണെന്നുള്ളത് വീണ്ടും ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യുകയാണ്. 2ാം വട്ടം പിടിച്ചത് കുറച്ചുകൂടി ടേസ്റ്റാണ്, കുറച്ചുകൂടി മധുരമുണ്ട്. സാധാരണ എല്ലാവരും പറയുന്നത് ഒരു ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ 3ാം വർഷമാണ് അതിൻ്റെ ശരിക്കുള്ള മധുരം, ശരിക്കുള്ള ഫ്രൂട്ട്സിൻ്റെ ഗുണം അറിയുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ തവണയായപ്പം ആദ്യത്തെ തവണയേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് കിട്ടിയത്. അപ്പം ഞാനിപ്പം അതിൽ വിളഞ്ഞതൊക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്സവൻ പേര. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഞാൻ ഇതേ പീരീഡിൽ തന്നെ ഒരേ സമയം ഓൺലൈനിൽ വരുത്തിയ വിയന്നാർ പേരയാണ്. വിയന്നാർ പേരയാണ് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. സെയിം പ്രായം തന്നെയാണ്. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പം ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ടെറസിൻ്റെ സെക്കൻഡ് ഭാഗത്തുള്ളൊരു ടെറസിൽ കിച്ചൻ്റെ മേളിലായിട്ട് വെച്ചിട്ടുള്ള ഒരു പേരയാണ്. അതും ഡ്രമ്മിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്, 50 ലിറ്റർ ഡ്രമ്മിൽ. അതും ഇതുപോലെ തന്നെ നിറയെ പേര പിടിച്ചിട്ടുണ്ട്. ഇതും സെക്കൻഡ് ടൈമാണ് എനിക്ക് ഫ്രൂട്ട്സ് തരുന്നത്. ഈ ഡ്രമ്മിനകത്ത് 3-4 പേരൊക്കെ പഴുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴയായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ ആ പഴുത്ത പഴങ്ങളെല്ലാം താഴെ വീണ് കിടപ്പുണ്ട്. എന്നാലും പഴുത്ത പഴം ഇനിയും അതിൻ്റെ ഡ്രമ്മിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതൊരെണ്ണം പറിക്കാം. ഇതിന് VNR എന്ന് പേര്. ഇത് ഇന്ത്യൻ പേരയാണ്, ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത പേരയാണ്. VNR എന്ന ചുരുക്കപ്പേരായ ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പേരയാണ്. ഇതും ഇതുപോലെ വലിയ പേരയാണ്.
നല്ല വലിപ്പമുള്ള കായകൾ തന്നെയാണ് ഇതിലും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷിയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് സീഡ്സ് ഉണ്ട്, കുറച്ച് അധികം സീഡ്സ് ഉണ്ട്. മറ്റേ പേരെ പോലെയല്ല, ഇതിനകത്ത് കുറച്ച് സീഡ്സ് ഉണ്ട്. അപ്പം നമുക്കിപ്പം എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചധികം പഴുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ, അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതും നല്ല ഫ്ലഷിയാണ്, നല്ല ഫ്ലഷി ആയിട്ടുള്ള നല്ല പേരയ്ക്കയാണ്. അപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്നൊരു ഫ്രൂട്ട്സ് ഉണ്ടായി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത് പപ്പായയാണ്. പപ്പായ എന്ന് പറയുന്നത് വിത്തിൻ 6 months നമുക്ക് ഫ്രൂട്ട്സായിട്ട് കിട്ടും. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് പേരയ്ക്ക, എന്തുകൊണ്ടും പേരയ്ക്ക തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വാഴപ്പഴമൊക്കെ വരും. എന്നിരുന്നാൽ പോലും എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു പ്ലാന്റ് വീട്ടിൽ ഇച്ചിരിയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ, പേരയ്ക്ക വളരാൻ കുറച്ച് സ്ഥലം മതി, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രമ്മിൽ വയ്ക്കാം. അപ്പോൾ ഇച്ചിരിയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലൊരു പേര പ്ലാന്റ് നടുന്നത് എത്ര കൊണ്ടും ഉചിതമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ഇടുക കേട്ടോ. അപ്പം ഷാഹിന സർവൈവൽ വൈബ്സ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.